ഇപ്പം നോയമ്പ് മാസമൊക്കെ അല്ലേ, അപ്പം നമുക്കൊരു പിന്നെ മനസ്സും ശരീരവും ഒക്കെ ഒന്ന് കുളിർമയാകാനായിട്ട് ഒരു ഡ്രിങ്ക്സ് ആയാലാണ്. അപ്പം തണ്ണിമത്തം വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാനിവിടെ ഒരു തണ്ണിമത്തൻ്റെ പകുതി ഭാഗം കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്കിതിങ്ങനെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ കുത്തി ഉടച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് അത് ഈ പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ആപ്പിള് അരിഞ്ഞു വെച്ചതാണ് കേട്ടോ, അതിട്ട് കൊടുക്കാം. വിശപ്പും ദാഹവും എല്ലാം മാറിക്കോളും. ഒരു 3-4 ബദാമും ഒരു 3-4 പിസ്തയും കൂടി എടുത്തതാണ് കേട്ടോ. അതും കൂടി ഇങ്ങനെ അരിഞ്ഞിട്ടുണ്ട്. അത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇപ്പം ഇതെൻ്റെ അടുത്ത് ഉള്ളതാണ് ഞാൻ ചേർത്താണ്. അതും കൂടി ഇതിലിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ തണുപ്പിച്ച പാലാണ് കേട്ടോ, അതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. കസ്കസ് അത് ചേർത്ത് കൊടുക്കാം. നമുക്ക് നമ്മുടെ മനസ്സും ശരീരവും ഒന്ന് തണുപ്പിക്കാനുള്ള ഒരു ഡ്രിങ്കാണ് തണ്ണിമത്തം വെച്ചിട്ടുള്ള പാനീയം. ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു ഐസ് വെള്ളം ചേർത്ത് ഇവിടെ അടിപൊളി ആയിട്ടുള്ള ഒരു തണ്ണിമത്തൻ ഡ്രിങ്ക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഈ നോയമ്പ് കാലത്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും നോയമ്പുള്ള സമയമാണല്ലോ. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത്രേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു തണ്ണിമത്തം വെച്ചിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. അപ്പം എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. അടുത്ത റെസിപ്പി ആയിട്ട് ഇനി വെറൈറ്റി ഡ്രിങ്ക്സ് ആയിട്ട് ഞാൻ